രജിസ്ട്രിയ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സിലബസ് ഡിസ്കഷനാണ് ചെയ്യുന്നത്. നമുക്കറിയാം 2025 ഇയറിൽ ഇലക്ട്രോണിക് ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചോളം PSCന്ന് 3 എക്സാംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് PWD ഡിപ്പാർട്ട്മെൻറ്റ്, അഗെയിൻ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് ഇൻ PWD ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നുള്ളത് പോളിടെക്നിക് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ഈ മൂന്ന് എക്സാംസും ഒരു ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് നമുക്ക് ഈ PSCയുടെ 2025 ഇയറിലുള്ള ഒരു ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ്സ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ നോക്കുകയാണെങ്കിൽ ഒരു ജൂലൈ ടു സെപ്റ്റംബർ ആ ഒരു ഡേറ്റ് മന്തിൻ്റെ ഇടയിലായിരിക്കാം. അതേപോലെ പോളിടെക്നിക് ലെക്ചർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മന്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഗസ്റ്റ് ടു ഒക്ടോബർ. ആൻഡ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ അത് സെപ്റ്റംബർ ടു നവംബർ. ഇപ്പം എങ്ങനെയാണെങ്കിലും ഒരു ജൂൺ അല്ലെങ്കിൽ ജൂലൈ മുതൽ നമുക്കൊരു എക്സാമിൻ്റെ ഒരു ടൈം ആയിരിക്കും. 3 എക്സാംസ് ആണ്: അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, പോളിടെക്നിക് ലെക്ചർ ആൻഡ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതൽ നമുക്ക് പഠിക്കാനുള്ള പ്രിപ്പറേഷൻ ശരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ആൻഡ് ഇപ്പോൾ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ആ എക്സാമിൻ്റെ സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് എടുക്കുകയാണെങ്കിൽ ഇത് 2019 കാറ്റഗറി നമ്പർ 192/2019, അതായത് 2019 വിളിച്ചിട്ടുള്ള എക്സാമിൻ്റെ സിലബസ് ആണ്. മെയിനായിട്ട് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡയോഡ്സ്, റെക്ടിഫയേഴ്സ്, ട്രാൻസിസ്റ്റർ, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, പിന്നെ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ്, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ, കൺവേർട്ടേഴ്സ്, DAC, ADC അല്ലെങ്കിൽ DAC കൺവേർട്ടേഴ്സ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട്. അവിടെ നെറ്റ്വർക്ക് തിയറിയുടെ കുറച്ച് ടോപ്പിക്സ് അവിടെ പറയുന്നുണ്ട്. ദെൻ ആൻറ്റിന ആൻഡ് പ്രൊപ്പഗേഷൻ, മോഡുലേഷൻ ടെക്നിക്സ്, അതായത് നമ്മുടെ അനലോഗ് മോഡുലേഷൻ വരും, ഡിജിറ്റൽ മോഡുലേഷൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. ദെൻ അഗെയിൻ പിന്നെ ഉള്ളത് അതിൽ എക്സ്ട്രാ ഉള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് മൈക്രോഫോൺസ് ഉണ്ട്, ലൗഡ് സ്പീക്കേഴ്സ്, ടെലിവിഷൻ്റെ കാര്യമുണ്ട്, റഡാർ, ടെലഫോൺ സിസ്റ്റം, ദെൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കോഡ്സ്, ദെൻ ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനും നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സെഷൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്താണ്? സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. സോ ഇതാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ്. ദെൻ പോളിടെക്നിക് ലെക്ചർ നോക്കുകയാണെങ്കിൽ ഇതും 2019 വിളിച്ചിട്ടുള്ള എക്സാമിൻ്റെ സിലബസ് ആണ്. ആൻഡ് ദ കാറ്റഗറി നമ്പർ വാസ് 019/2019. അപ്പോൾ അത് നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ഉണ്ട്. ദെൻ ബേസിക് ആയിട്ടുള്ള നമ്മൾ BTechന് പഠിക്കുന്ന ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സബ്ജക്ട്സ് ആയ മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, അതിൻ്റെ എല്ലാം ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ എഗെയിൻ ഇവിടെ മെയിൻ ടോപ്പിക് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്. ദെൻ LIC വരുന്നുണ്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളേഴ്സും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അടിയിൽ വരുന്നത് ഇതൊക്കെയാണ്. സിഗ്നൽസിൻ്റെ കാര്യം പറയുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്, എലമെൻ്ററി സിഗ്നൽസ്, LTI സിസ്റ്റം. ദെൻ പിന്നെ DSPയുടെ കാര്യം പറയുന്നുണ്ട്, ഫോറിയർ ട്രാൻസ്ഫോംസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, ദെൻ ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ, FFT അൽഗോരിതംസ്, പിന്നുള്ളത് ആൻറ്റിനാസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എഗെയിൻ ഇവിടെ നമ്മൾ ടെലിവിഷൻ പഠിക്കേണ്ടി വരുന്നുണ്ട്. ദെൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ബേസിക് ഓഫ് ഒപ്റ്റിക്കൽ ആൻഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. സോ ഇവിടെയും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ദെൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആസ് വെൽ ആസ് അനലോഗ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ദെൻ മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക്സ്, പിന്നെ ഉള്ളത് മൈക്രോവേവ് ഡിവൈസസ്, മൈക്രോവേവ് കമ്മ്യൂണിക്കേഷനും ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ പവർ ഇലക്ട്രോണിക്സ് നമ്മുടെ UJTs, SCR, TRIAC, DIAC, പിന്നെ ഓപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് സംസാരിക്കുന്നുണ്ട്. അതേപോലെ മെഷറിംഗ് എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യവും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് മൾട്ടിമീറ്റേഴ്സ്, CROൻ്റെ കാര്യം പറയുന്നുണ്ട്. ദെൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് LED, LCD പ്ലാസ്മ ഡിസ്പ്ലേസ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ പോളിടെക്നിക് ലെക്ചറിൻ്റെ സിലബസ്. കഴിഞ്ഞ എക്സാമിൻ്റെ സിലബസ് ആണ് ഇത്. റീസെൻ്റ് ആയിട്ട് നടന്ന, അതായത് 2019 നടന്ന ഒരു എക്സാം ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തിൻ്റെ സിലബസ് റിവിഷൻസ് ഒന്നും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ഉള്ളത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ്. സോ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ സിലബസിൽ നമുക്ക് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് കൂടുതൽ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കലുകാർക്കും കൂടി അപ്ലൈ ചെയ്യാവുന്ന ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ
ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലോസ് എല്ലാം പറയുന്നുണ്ട്. ക്രിച്ച്ഹോഫ് ലോ ഉണ്ട്, വോൾട്ടേജ് ലോ ഉണ്ട്, ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ. ദെൻ നെറ്റ്വർക്ക് തിയറിയുടെ പോർഷൻസ് ആയ തിയറംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി വെച്ചിട്ട് നമുക്ക് ലോസ്, കൊളുംസ് ലോ, ഗോസ് ലോ, അങ്ങനത്തെ ബയോട്ട് സവാർട്ട് ലോ, ഫാരഡേസ് ലോ, അതൊക്കെ ആയിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂൾ 1. ദെൻ മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രിക്കൽ മെഷീൻസ്, അവിടെ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, മോട്ടോഴ്സ്, DC മെഷീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ പവർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ കൺട്രോൾ സിസ്റ്റം ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ദെൻ 4th മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ അഗെയിൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ 5th മൊഡ്യൂൾ ഓൺവേർഡ്സ് പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോണിക്സിന്റെ പേപ്പറാണ്. സോ ആദ്യത്തെ 4 മൊഡ്യൂൾസും ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു. അതേപോലെ 5th മൊഡ്യൂൾ ഓൺവേർഡ്സ് ഇലക്ട്രോണിക്സിന്റെ കോർ പേപ്പേഴ്സ് ആണ് പറയുന്നത്. അതായത് അനലോഗ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അപ്പോൾ അതിൽ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസ് ആയ BJT, മോസ്ഫെറ്റ്, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ദെൻ ഡിജിറ്റൽ സർക്യൂട്ട്സ് പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അഗെയിൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. അപ്പോൾ അതിൽ നമ്മുടെ അനലോഗ് കമ്മ്യൂണിക്കേഷനും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ 8th മൊഡ്യൂൾ ആയിട്ട് പറയുന്നത് അഗെയിൻ പവർ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ പവർ ഇലക്ട്രോണിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയാക്, ട്രയാക്, UJT, SCR, അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് പാർട്ട് 2 ജനറൽ നോളജ് ആണ്. അപ്പം നമുക്കറിയാം ഇപ്പോൾ ടെക്നിക്കൽ എക്സാംസിനെല്ലാം തന്നെ ഈ ജനറൽ നോളജ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പാർട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സിലബസിൽ ചിലപ്പോൾ ഒരു മോഡിഫിക്കേഷൻസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് 3 നോക്കുകയാണെങ്കിൽ എന്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം? ഈ 3 എക്സാമും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി പ്രിപ്പയർ. അതായത് നമ്മൾ ഈ സിലബസ് ക്ലബ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് കോമൺ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മെഷർമെന്റ്സ്, പവർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമുക്കറിയാം നമ്മുടെ എക്സാമിന് ഒരു 2-3 months ബിഫോർ ആയിരിക്കും ഒറിജിനൽ ആയിട്ടുള്ള സിലബസ് PSC റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് 3 നോക്കുകയാണെങ്കിൽ, ഇത് ഈ 3 സബ്ജക്റ്റും ഈ 3 എക്സാംസും ഒന്ന് ക്ലബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഈ ടോപ്പിക്സ്, അതേപോലെ ആസ് വെൽ ആസ് നമുക്ക് എന്ത് പറയാം, ഏതൊരു കോർ ടെക്നിക്കൽ പേപ്പർ എടുത്താലും ഈ പറയുന്ന സബ്ജക്ട്സുകൾ എന്തായാലും ഉണ്ട്. സോ അപ്പോൾ ഇതെന്ന് വെച്ച് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 50% ഓഫ് ദ സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്തെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഇനി നമ്മുടെ ക്ലാസ്സസ് നമ്മൾ ഈ ചാനലിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എക്സാംസിന് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ദാറ്റ് യു ക്യാൻ പ്രിപ്പയർ ഫോർ ഓൾ ദ 3 എക്സാംസ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിന്നായിരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എവ്രി വൺ ഫോർ പ്രിപ്പയറിംഗ് ഫോർ ഓൾ ദീസ് 3 എക്സാംസ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ്സിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടണമെന്നില്ല. അടുപ്പിച്ച് 3 എക്സാംസ് ആണ് നമുക്ക് വരാനുള്ളത്. അപ്പോൾ നമുക്ക് നല്ലോണം പ്രിപ്പയർ ചെയ്താൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു ക്രാക്ക് ദീസ് എക്സാംസ്. എനി ഓഫ് ദീസ് എക്സാംസ്, ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.